പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എന്നേക്കും എപ്പോഴും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം പൂജിതമാണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഇന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാവങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും യേശുവപ്പ അങ്ങയുടേതാകുന്നു. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് ഓശാന ഞായറാണ്. ഇന്നലെ നമ്മൾ ഓശാനയെ പറ്റിയാണ് ധ്യാനിച്ചത്. ഇന്നും നമ്മൾ ഓശാന ദിവസമായ ഞായറാഴ്ചത്തെ ബലിയോട് ചേർന്ന് നിൽക്കുമ്പോൾ യേശുവിൻ്റെ ജീവനുള്ള വചനം ധ്യാനിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം ലൂക്കയുടെ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 40 വരെയുള്ള തിരുവചനമാണ്. ഹല്ലേലൂയ. അവൻ ഇത് പറഞ്ഞതിന് ശേഷം ജെറുസലേമിലേക്ക് യാത്ര തുടർന്നു. 28-ാം അധ്യായം. അവൻ ഇത് പറഞ്ഞതിന് ശേഷം ജെറുസലേമിലേക്ക് യാത്ര തുടർന്നു. 29-ാം വാക്യം. ഒലിവ് മലയ്ക്ക് അരികിലുള്ള ബഥാനി എന്ന സ്ഥലങ്ങളെ സമീപിച്ചു. അവൻ യാത്ര പുറപ്പെട്ട് ജെറുസലേമിലേക്ക് വരെയാണ്. അവിടെ ഒരു ബഥാനിയ എന്ന് പറയുന്ന സ്ഥലത്ത് അവൻ വന്നു ചേർന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതും ഒലിവ് മലയ്ക്കരികിലുള്ള ബഥാനി എന്ന സ്ഥലത്ത് സമീപിച്ചു. ഒലിവ് മരം സമീപിച്ചപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചു. 2 ശിഷ്യന്മാര്, അപ്പൊ 12 ശിഷ്യന്മാരും ഉണ്ട് യേശുവിൻ്റെ കൂടെ. വേറെ 2 ശിഷ്യന്മാരെയും കൂടെ യേശുനാഥൻ വിളിച്ചിട്ട് പറയണം. നിങ്ങൾ എന്താണ് പറയണത്? 30-ാം വാക്യം. എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ചെല്ലുമ്പോൾ യേശു കൽപ്പിക്കണം. അധികാരത്തോടെയുള്ള യേശുവിൻ്റെ വചനവും. എതിരെ കാണുന്ന ഗ്രാമത്തിൽ പോകുവിൻ. അവിടെ ചെല്ലുമ്പോൾ 2 കഴുതകളെ കാണാൻ പറ്റും. ഒരു കഴുതക്കുട്ടിയും ഒരു കഴുതയും. അപ്പൊ ആ കഴുതക്കുട്ടിയെ നിങ്ങൾ അഴിച്ചുകൊണ്ട് വരാൻ പറയും യേശുനാഥൻ. അത് ആരുടെയാണ് എന്താണെന്നോ അതൊന്നും യേശുനാഥൻ ചോദിക്കേട്ടെ പറയില്ല. നിങ്ങൾ നേരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോവുക. യേശുനാഥൻ ഓർഡർ കൊടുക്കുകയാണ്. നിങ്ങൾ എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. യേശുവിൻ്റെ ആ സംസാരം നോക്കിയല്ലേ, എന്ത് സ്നേഹമല്ലേ. നിങ്ങൾ എതിരെയുള്ള പട്ടണത്തിലേക്ക് ചെല്ലുക. നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. കുട്ടിയുണ്ട്, തള്ളയുണ്ട്, പക്ഷെ കുട്ടിയെ നിങ്ങൾ കാണും. അതിനെ അഴിച്ചുകൊണ്ട് വരിക. യേശുവിൻ്റെ ആ വാക്ക്, അതിന് നിങ്ങൾ ആ ഉടമസ്ഥനോട് ചോദിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. അത് യേശുനാഥൻ്റെ ഉണ്ട്. നിങ്ങൾ ചെല്ലുക, അത് കാണും. ഇപ്പം അതിനെ അഴിച്ചുകൊണ്ട് ഇങ്ങ് പോരുക. എന്താണല്ലേ, നമുക്കൊക്കെ എല്ലാവർക്കും പറ്റുമോ? അങ്ങനെ ഒരു വീട്ടിൽ കെട്ടിയിട്ടിരിക്കണ, അല്ലെങ്കിൽ അവരുടെ പറമ്പിൽ കെട്ടിയിട്ടിരിക്കണ ഒരു പശുക്കിടാവിനെ തന്നെ നോക്കി അഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്ക് ഓടിച്ചിട്ട് തരുമല്ലേ. അപ്പൊ എന്ത് ധൈര്യത്തോടാണ് ആ ശിഷ്യന്മാർ പോയെന്ന് നോക്കിയത്. കാരണം ഗുരുവാണ് പറഞ്ഞു വിടുന്നത്. യേശുനാഥൻ നോക്കിയോളൂ. യേശുനാഥൻ എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയാം. അവരുടെ മനസ്സ്, ആ ഉടമസ്ഥന്റെ മനസ്സ്
യേശുനാഥൻ ശാന്തനാക്കി കളഞ്ഞു. അവനോട് ചോദിക്കാൻ വേണ്ട, പറയാൻ വേണ്ട, നീ അങ്ങോട്ട് ചെല്ലുക, ആ കഴുതക്കുട്ടിയെ കാണും, അതിനെ അഴിച്ചുകൊണ്ട് വരിക. നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, യേശുനാഥൻ പറയണ്ട, ഉടമസ്ഥൻ ചോദിക്കുമെന്നല്ല, ആ കഴുതയെ നിങ്ങൾ അഴിക്കുമ്പോൾ കെട്ടിയിട്ടിരിക്കണ ആരെങ്കിലും ചോദിച്ചാൽ, വീട്ടുടമസ്ഥനോ അയൽവക്കക്കാരോ വഴിപോക്കനോ ആരെങ്കിലും ചോദിച്ചാൽ, കർത്താവിനെ അതിനെ കൊണ്ട് ആവശ്യം ഉണ്ട് എന്ന് പറയുക. ആർക്കാണ്? കർത്താവിന് അതിന് ആവശ്യം ഉണ്ട് എന്ന് പറയുക. ഇത്രയും പറഞ്ഞാൽ മതി. അത് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവരുടെ മനസ്സ് താനെ വിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കും. അതൊക്കെ യേശുനാഥൻ കണ്ടിട്ടാണ്. 32-ാം വാക്യം, അയക്കപ്പെട്ടവൻ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു. അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു. എന്താണ് യേശു പറഞ്ഞതുപോലെ കണ്ടത്? കഴുതക്കുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നത് അവർ കണ്ടു. അവർ നേരെ അങ്ങോട്ട് ചെന്നു അതിനെ അഴിക്കുന്നു, അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കെട്ടിയിട്ടേക്കാണല്ലോ, അപ്പൊ കെട്ടഴിച്ചുകൊണ്ടിരിക്കുമ്പോ 33-ാം വാക്യം, അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ അവരോട് നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു. യേശു പറഞ്ഞിട്ടില്ല ആ ഉടമസ്ഥൻ ചോദിക്കുമെന്ന്, അങ്ങനെയല്ല പറഞ്ഞത്. ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഗുരുവിനെ, കർത്താവിന് അതിന് ആവശ്യമുണ്ട് എന്ന് മാത്രം പറയുക. അപ്പൊ ഇവിടെ ചോദിച്ചത് വഴിയോക്കാരനോ അയൽക്കാരനോ അല്ല, അതിൻ്റെ സ്വന്തം ഉടമസ്ഥനാണ് ചോദിക്കുന്നത്. എന്താ ചോദിച്ചത്? എന്തിനാണ് കഴുതക്കുട്ടിയെ നിങ്ങൾ അഴിക്കുന്നത്? അവൻ ചോദിച്ചു. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. ഒരൊറ്റ വാക്കാ പറഞ്ഞത്, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. ഒരുപക്ഷെ അവര് കർത്താവിനെ അറിഞ്ഞിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, വലിയൊരു പ്രവാചകനാണ് അല്ലെ, അത്ഭുതം പ്രവർത്തിക്കുന്നത്. അതല്ലെങ്കിൽ കർത്താവിന്റെ വാക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ ഒന്നും മുണ്ടിയില്ല, അവരെ അയച്ചു കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. 35-ാം വാക്യം, അവർ അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതിനെ കെട്ടഴിച്ച് കുട്ടീനെയും കൊണ്ട് യേശുവിന്റെ അടുക്കേക്ക് വരികയാണ് നേരെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. താങ്കളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ചു. കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ആ കൊണ്ടുവന്നവരുടെ തന്നെ ഷാളായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്ത്രം അഴിച്ചിട്ട് അതിന്റെ പുറത്ത് വിരിക്കുക, ദൈവമായ കർത്താവ് കയറിയിരിക്കാനായിട്ട്. എന്താണ് നോക്കണേ അല്ലേ? യേശുവേ നന്ദി, യേശുവേ ആരാധന. അവർ യേശുവിനെ ഇരുത്തി വസ്ത്രം വിരിച്ചിട്ട് യേശുവിനെ എടുത്ത് ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറ്റിയിരുത്തിയിട്ടുണ്ടാവും. അല്ലാണ്ട് യേശുവിന് പെട്ടെന്ന് കയറി ഇരിക്കാൻ പറ്റില്ല. കാരണം യേശു ഇട്ടിരിക്കുന്ന ഉടുപ്പ് തുന്നലില്ലാത്ത മുകൾ മുതൽ അടി വരെ ഒറ്റ വസ്ത്രമാണ്. അത് പൊക്കി അതിന്റെ മുകളിൽ കയറിയിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരെ എടുത്ത് കയറ്റിയിട്ടുണ്ടാവും. എടുത്ത് കയറ്റി ഇവിടെ എഴുതിയിട്ടുണ്ട്, അവർ യേശുവിനെ ഇരുത്തി. അവൻ കടന്നു പോകുമ്പോൾ അവൻ വഴിയിൽ, അങ്ങനെ യേശുനാഥൻ ആ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിരുന്നു. അവൻ എന്നിട്ട് പോകുകയാണ് പതുക്കെ. കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ താങ്കളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. യേശുനാഥനെ വരവേൽക്കുന്ന നോക്കി. കഴുതപ്പുറത്ത് യേശുനാഥൻ വരണ സമയത്ത് രംഗമൊന്ന് ആലോചിച്ച് നോക്കി. അവരെന്ത് ചെയ്ത് അവരുടെ ഓരോ വസ്ത്രങ്ങളൊക്കെ അഴിച്ച് നിലത്ത് വിരിക്കും. പലരും, ഒരാളൊന്നുമില്ല, പലരും വിരിച്ചു. 37-ാം വാക്യം, അവൻ പട്ടണത്തോടടുത്ത് ഒലിവ് മലയുടെ ചരിവിന് സമീപത്തേക്ക് എത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ചു. യേശുനാഥൻ രാജാവായിട്ട്
കഴുതയുടെ പുറത്ത് എഴുന്നള്ളി വരെയാണ്. അങ്ങനെ പട്ടണത്തോടടുക്കാറാകുമ്പോഴേക്കും ശിഷ്യന്മാരെല്ലാം മുഴുവനും വളരെയധികം സന്തോഷിച്ചു, അവർ അട്ടഹസിച്ചു. ഹല്ലേലൂയ. താങ്കൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെ പറ്റിയും ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു. കർത്താവ് ചെയ്ത ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ശിഷ്യന്മാരും മറ്റുള്ളവരെല്ലാം കർത്താവിനെ സ്തുതിക്കുകയാണ്. കാരണം കഴുതപ്പുറത്ത് ആദ്യമായിട്ടാണ് യേശുനാഥൻ കയറണത്. ഒന്ന്. രണ്ടാമത് ഓശാനയാണ്. അപ്പോൾ അവർ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഓശാന പാടിയായിരിക്കും അവർ സ്തുതിച്ചുകൊണ്ട് വരുന്നത്. അത് നമുക്ക് താഴോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. അവർ സ്തുതിക്കാൻ തുടങ്ങി. വളരെ ഒച്ചത്തിൽ അവരങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. ആരാ എന്നുള്ളി വരുന്നത്? ദൈവമായ കർത്താവാണ്, നമ്മുടെ രക്ഷകൻ. 38 വാക്യം. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ. അവര് ആർത്ത് വിളിക്കും. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ. നാമത്തിൽ അവർ പറയണം. അവരിങ്ങനെ വിളിച്ച് ഒച്ചത്തിൽ കൂവിക്കൊണ്ട് വരികയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. ജനം മുഴുവൻ ആർത്ത് പാടണം. എന്താണ്? സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. സമാധാനം എന്ന് പറയുന്നത് തന്നെ യേശുനാഥന്റെ വരവിനെ കണ്ടിട്ടാണ്. അവര് പറയുന്നത് സമാധാനം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? യേശുനാഥൻ നടന്നല്ല വന്നത്, ആരെങ്കിലും എടുത്തുകൊണ്ടല്ല വന്നത്. അവൻ ഒരു കഴുതയുടെ പുറത്ത് കയറിയിരുന്ന് വന്നപ്പോൾ അവർക്കെല്ലാം പറയാൻ തുടങ്ങി സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്ത് വിളിച്ചു. ആർത്ത് വിളിക്കാൻ തുടങ്ങി. അങ്ങോട്ട് ഒച്ചത്തിൽ നമ്മൾ വിളിക്കണ പോലെ ഒന്നല്ല, സ്തുതിക്കണ കർത്താവിനെ ആർത്ത് വിളിച്ചു. അത്യുന്നതങ്ങളിൽ മഹത്വം. യേശുവേ നന്ദി, യേശുവേ ആരാധന, സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്ത് വിളിച്ചു. ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില പരീസർ അവനോട് പറഞ്ഞു. ഇവിടെയാണ് പ്രശ്നം. ഇങ്ങനെ ജനക്കൂട്ടം ഭയങ്കരമാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ചില പൈശാശ്യത്തിയുള്ളവന്മാരുണ്ട്. ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു വർഗം. അത് നമുക്ക് കാണാൻ പറ്റും. ചില ദേവാലയത്തിലും ഉണ്ട് അങ്ങനെ. കർത്താവിനെ സ്തുതിക്കുന്നത് ഇഷ്ടമല്ല. ജപമാല ചൊല്ലുമ്പോൾ പരിശുദ്ധ ജപമാല രാജ്ഞി എന്ന് പറയുന്നത് ഇഷ്ടമല്ല. അതിൻ്റെ ഇടയ്ക്ക് 2 വചനം പറയണത് ഇഷ്ടമല്ല. അതൊക്കെ ഒരു പൈശാശ്യത്തിയാണ്. ആ വ്യക്തി എന്നിട്ട് അതൊന്നും പറയണ്ട, കർത്താവിനെ സ്തുതിക്കണ്ട, അതിനൊന്നും ആവശ്യമില്ല. സാധാരണ വീട്ടിൽ ചെല്ലണമാരെയൊക്കെ പ്രാർത്ഥിച്ച കർത്താവിനെ ദാവീദ് രാജാവ് സ്തുതിച്ചിട്ടുണ്ടല്ലേ. സ്തുതിപ്പിലെ അയാളുടെ തുണി അഴിഞ്ഞു പോയി എന്നാ വചനം പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കർത്താവിനെ എങ്ങനെയാണ് സ്തുതിക്കേണ്ടത്? അതുകൊണ്ട് എന്താണ് ആ ചില ദേവാലയങ്ങളിൽ ഒരടയാളം, ഒരു അത്ഭുതം നടക്കണില്ല. നല്ല വചന പ്രഘോഷകർ വന്ന് വചനം നടത്തിയിട്ട് പോലും ഒരനുഗ്രഹം ഒരു വ്യക്തിക്കും ഞാൻ കണ്ടില്ല. ഞാൻ ചോദിച്ചു, വന്ന വ്യക്തികളൊക്കെ ആരായിരുന്നു? പട്ടിണിക്കാരാണ് വന്ന് വചനം നടത്തിക്കൊണ്ട് പോയത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ഈ പറയുന്ന വചനം ഉണ്ടല്ലോ, നിങ്ങളും നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നു. യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ഈ വചനം 10-35,000 പേര് കണ്ടുകൊണ്ടിരിക്കുക ലൈവായിട്ടൊക്കെ. അപ്പം അതെന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ ഊഹിച്ചെടുക്കുക. നിങ്ങളൊന്നും ചെയ്യരുത്. കർത്താവിനെ നമ്മൾ എന്തുമാത്രം മഹത്വപ്പെടുത്തുന്നോ അത്രയേറെ സന്തോഷിക്കുക. മനുഷ്യനെ ഒരിക്കലും നമ്മൾ ആശ്രയിക്കാനേ പാടില്ല. മനുഷ്യനെ പേടിക്കേണ്ട ആവശ്യമില്ല. കർത്താവിനെ ഭയപ്പെടണം, കർത്താവിനെ സ്തുതിക്കണം, കർത്താവിനെ മഹത്വപ്പെടുത്തണം. എന്തുമാത്രം മഹത്വപ്പെടുത്തിയാലാണ് കർത്താവിന് സന്തോഷം ഉണ്ടാകുന്നറിയാമോ? അവൻ തന്ന നാവല്ലേ നമ്മുടെ, അവൻ തന്ന സ്വരമല്ലേ നമ്മുടെ.
അവൻ തന്ന കണ്ണല്ലേ നമ്മുടെ, അവൻ തന്ന ബുദ്ധിയല്ലേ നമ്മുടെ. ഉറങ്ങി എഴുന്നേറ്റ് ഇതിന്റെ ബുദ്ധിയും പോയി, കണ്ണിന്റെ കാഴ്ചയും പോയി, സംസാര ശക്തി നഷ്ടപ്പെട്ടു പോയി. ആരോട് പറയും? മരുന്നുണ്ടായി ഇതിനൊക്കെ? ഒരു മരുന്നുമില്ല. പൊട്ടം കടനായിട്ട് വിൽക്കും പറയാൻ പറ്റില്ല, മുണ്ടാട്ടമില്ല, അങ്ങനെ കിടന്നു പോകും. ഇതൊക്കെ കർത്താവ് തന്ന ദാനമാണ്. ഇതൊക്കെ നന്ദി പറഞ്ഞ അവനെ എത്രമാത്രം ഹൃദയമായ കർത്താവിനെ സ്തുതിച്ചാലാണ് മതി വരാമെന്ന് എനിക്ക് വാക്കുകളില്ല. വാക്കുകളില്ല. അവനെ അതുപോലെ നമ്മൾ സ്നേഹിക്കണം. വളരെയധികം സഹനങ്ങളിലൂടെ, പട്ടിണിയിലൂടെ, ഒരു ഗ്ലാസ് വെള്ളം കിട്ടാണ്ട് കടന്നു പോയ യേശുനാഥനെ നമ്മൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ ആരെയാണ് നമ്മൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തേണ്ടത് എന്ന് ആലോചിച്ച് നോക്കുക. യേശുവേ നന്ദി, യേശുവേ ആരാധന. ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചിലർ, പരീശർ, അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. കണ്ട, ആ പരീശന്മാരെ പോലെയുള്ളവന്മാർ ചില ദേവാലയങ്ങളിലൊക്കെ ഇപ്പോഴും അവർക്കുടെ അതേ സ്വഭാവമുള്ളവരാണ്. അവർ പറഞ്ഞെന്താണ്? അവർ പറഞ്ഞു നോക്കി, അവർ വിളിക്കണ വിളിയൊക്കെ നല്ല നല്ല അനുഗ്രഹമായ വിളിയാണ്. ഗുരു, നിന്റെ ശിഷ്യന്മാരോട് ശാസിക്കുക. നോക്കിയ വഴക്ക് പറയുക. എന്താണ്? ഇതിനാണ് 40-ാം വാക്യം. അവൻ പ്രതിവചിച്ചു, ഇവർ മൗനം പാലിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവരെ ശാസിക്കാൻ പറഞ്ഞു, ഉണ്ടാണ്ടിരിക്കാൻ. അപ്പൊ കർത്താവ് ഉടനെ പറഞ്ഞത് 40-ാം വാക്യം, അവൻ പ്രതിവചിച്ചു. ആര്? യേശുനാഥൻ. നോക്കിയേ. അപ്പൊ ഈ ശിഷ്യന്മാരും ജനങ്ങളെല്ലാം കർത്താവിനെ അത്യുന്നത സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം, കഴുതപ്പുറത്ത് എഴുന്നള്ളി വരുന്ന യേശുനാഥൻ എന്ന് പറഞ്ഞ് അവർ സ്തുതിച്ച് അവരുടെ തുണിയൊക്കെ ഊരി റോട്ടിൽ വിരിച്ചുകൊണ്ടിരിക്കുന്നു. കഴുത അതിന്റെ പുറത്തൂടെ കടന്നു വന്നത്. യേശുനാഥനല്ല നടന്നു വന്നത്. യേശുനാഥൻ കഴുതപ്പുറത്തിരിക്കുകയാണ്. നടന്നു വന്നത് കഴുതയാണ്. കഴുതയ്ക്കാണ് അവർ വിരിച്ചു കൊടുത്താക്കണത്. അപ്പൊ ആ വിരിച്ചത് ആർക്ക് വേണ്ടിയാണ്? യേശുനാഥന് വേണ്ടി. പക്ഷെ കഴുതയാണ് അതിലൂടെ വരുന്നത് അല്ലേ. അപ്പൊ നോക്കിയേ, യേശുനാഥന് എന്തുമാത്രം ബഹുമാനം അവർക്ക് കൊടുക്കണം. എന്നിട്ട് അവരെ ആർത്ത് വിളിക്കുന്നു. സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് പറഞ്ഞ് അവരെ ആർത്ത് വിളിച്ച് ജനക്കൂട്ടം ഉണ്ടായിരുന്ന ചിലരെല്ലാം അട്ടഹസിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഉടനെ അതിൽ ഇടർച്ചയുണ്ടായ ചിലവന്മാരുണ്ടായിരുന്നു. അതാണ് 40-ാം വാക്യം. അവർ മൗനം പാലിച്ചാൽ. ശാസിക്കാൻ പറഞ്ഞു, അവരോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു. ഉടനെ യേശു പറഞ്ഞു, അവൻ പ്രതിവചിച്ചു. യേശുനാഥൻ പ്രതിവചിച്ചു, ഇവർ മൗനം പാലിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതാ, മനുഷ്യൻ മിണ്ടാണ്ടിരുന്നാല് ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് യേശുനാഥൻ പറയുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറയാം. നമ്മൾ കുർബാന കാണുന്നുണ്ടല്ലേ? കുർബാന കാണുമ്പോൾ ആദ്യം മുതലേ കുർബാന കാണുന്നു. കുർബാന അർപ്പിക്കുന്നത് ആരാണ്? വൈദികൻ. പക്ഷെ ശരിക്കും കുർബാന അർപ്പിക്കുന്നത് ആരാണ്? കർത്താവാണ്. കർത്താവിന് മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? കൈകൂപ്പി, അല്ലെങ്കിൽ ഹൃദയത്തോട് 2 കരം വെച്ചിട്ട് വേണം കുർബാന അർപ്പിക്കാൻ. അതെല്ലാം കഴിയാറാകുമ്പോഴത്തേനും സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്ന് പറയുമ്പോൾ കൈകൂപ്പിയാണോ നിൽക്കേണ്ടത്? കൈയും കെട്ടിയാണോ നിൽക്കേണ്ടത്? അല്ലെങ്കിൽ കൈ വെറുതെ താഴേക്ക് ഇട്ടിട്ടാണോ നിൽക്കുന്നത്? എങ്ങനെ നിൽക്കണ്ടേ? നിങ്ങൾ തന്നെ ആയിരിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ അത് പിതാവിനെയാണ് നമ്മൾ വിളിക്കുന്നത് അല്ലേ? മുകളിൽ ആകാശത്തിരിക്കുന്ന സ്വർഗീയ പിതാവിനെയാണ്. അത് പുത്രനും വിളിക്കുന്നു. പുത്രനായ യേശു, ബലി അർപ്പിക്കുന്ന ഉപകരണമായ വൈദികനും അതിന് ചുറ്റും നിൽക്കുന്ന ജനം മുഴുവനും ഗണം എല്ലാവരും കൂടിയാണ് ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്നത്. ഈ സമയത്ത് കരമുയർത്തണം. എല്ലാവരും കരമുയർത്തി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കണം. വൈദികൻ കരം പിടിച്ച് വിളിക്കണില്ലേ? നമ്മുടെ ദേവാലയത്തിലൊക്കെ ആരും കരം പോലും പിടിച്ചു പിടിക്കണില്ല.
എന്താണ് നോക്കണല്ലേ? എന്താണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? എന്താണ് ഞാൻ പറയണില്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കും. സ്വർഗസ്ഥനായ പിതാവേ എന്ന് പഠിപ്പിച്ചത് ആരാണ്? പുത്രനാണ്. അത് നമ്മൾ വിളിക്കണ ആരെയാണ്? സ്വർഗത്തിലിരിക്കണ പിതാവിനെ വിളിക്കണം. ആ പിതാവിനെ വിളിക്കുമ്പോൾ നമ്മൾ കരം ഉയർത്തി മുകളിലോട്ട് നോക്കണം. അല്ലാണ്ട് കൈ കൂപ്പി കൈ കെട്ടി എന്നിട്ടല്ല ചെയ്യേണ്ടത് ആ പ്രാർത്ഥന. അത് നല്ലത് തന്നെയാണ്. അത് യേശുനാഥന് കുർബാനയിൽ യേശു പറഞ്ഞ പ്രാർത്ഥനയാണ്, പഠിപ്പിച്ച പ്രാർത്ഥന ശിഷ്യന്മാർക്ക്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്നാണ് വചനം പറയുന്നത്. എങ്ങനെ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ നമ്മൾ കരം ഉയർത്തി പ്രാർത്ഥിക്കണം. അത് പിതാവ് കാണും, പുത്രൻ ഏറ്റെടുത്ത് കൊടുക്കും. നമ്മൾ ബലി അർപ്പിക്കുന്നത് യേശു തമ്പുരാന് മുമ്പിലാണ്, യേശുവിന് വേണ്ടിയാണ്. യേശു ബലി അർപ്പിക്കുന്നത് പിതാവിന് വേണ്ടിയാണ്. അപ്പൊ ആ കുർബാനയിൽ എല്ലാവരും കൂടി സ്വർഗസ്നായ പിതാവേ എന്ന് യേശുനാഥനും ചൊല്ലുന്നുണ്ട്. അതിനകത്ത് അത് പിതാവിനെ മഹത്വപ്പെടുത്തി ആ പിതാവിലേക്ക് അത് ചെല്ലും. നമ്മളുടെ ഓരോ നോട്ടവും അനക്കവും എല്ലാം കർത്താവ് അറിയുന്നുണ്ട്. ഒരു തലമുടി നാര് കൊഴിയുന്നുണ്ടെങ്കിലും അത് കർത്താവ് അറിയുന്നുണ്ട്. നമുക്കറിയാൻ പറ്റുമോ? മനുഷ്യന് ഒരു തലമുടി നാര് താഴെ വീണയിൽ മനുഷ്യർക്ക് അറിയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ എണ്ണാൻ പറ്റുമോ? ഒരു മനുഷ്യനും ഈ ലോകത്തിൽ തലമുടി നാര് എണ്ണാൻ പറ്റും. എണ്ണിയതായിട്ട് ചരിത്രമില്ല. എന്നാൽ ദൈവമായ കർത്താവ് അത് എണ്ണീക്കുകയാണ്. എൻ്റെ തലമുടിയിലെ ഒരു നാര് പോലും തൊഴിയുന്നത് ഞാൻ അറിയുന്നു യേശുനാഥൻ പറയുന്നത്. അപ്പൊ നമ്മളുടെ ഓരോ പ്രവൃത്തികളും അവൻ കാണുന്നുണ്ട്. കണ്ണടയ്ക്കുന്ന കർത്താവ് അല്ല കേട്ടാ നമ്മുടെ കർത്താവ്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. അതിന്റെ ഉദാഹരണം നിങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കിയോ? എന്താണെന്നറിയാമോ? ഞാൻ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നു. അപ്പൊ ആ അച്ഛൻ ധ്യാന ഗുരുവാണ്. അച്ഛൻ ഇങ്ങോട്ട് കർത്താവിനെ പറ്റി വർണ്ണിക്കുകയാണ്. കർത്താവ് ജീവിക്കുന്നവനാണ്, കർത്താവ് മാത്രമേ ഉള്ളൂ നമ്മുടെ രക്ഷകൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയി. അപ്പൊ ഞാൻ വേഗം എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ് ജീവിക്കുന്നതിനുള്ള ഒരു അടയാളം എന്തായിരിക്കും ഞാൻ ചോദിച്ചു അച്ഛനോട്. അപ്പൊ അച്ഛൻ പറഞ്ഞു, കുർബാന. അവൻ ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ പറഞ്ഞു, അതല്ല, ലോകം മുഴുവനും അവൻ ജീവിക്കുന്നു എന്നുള്ളതിന് ഒരു തെളിവ് എന്താണെന്ന് പറയാം. അതിനോട് ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ എന്നെ ക്ഷമിക്കണം ഇല്ല പറയാമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്തേക്ക് വന്ന് ധ്യാനഗുരുവാണ്. ഞാൻ പറഞ്ഞു, ഡിസംബർ 25 എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും ഒറ്റ ദിവസമാണ് അല്ലേ? ഡിസംബർ 25. അതെ, ഹാപ്പി ബർത്ത്ഡേ ടു ജീസസ്. എന്താണ് ഹാപ്പി ബർത്ത്ഡേ ടു ജീസസ്? അച്ഛൻ പറഞ്ഞ് വളരെ കറക്റ്റ്. അത് ജീവിക്കുന്നതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ക്രിസ്മസ് ആഘോഷിക്കണം. വിജാതികൾ പോലും മധുരം കഴിക്കാത്ത ദിവസമില്ല. എല്ലാവരും കഴിക്കും. എല്ലാവരും അവനെ തള്ളി പറഞ്ഞ വ്യക്തികളും അന്ന് അവന്റെ ബർത്ത്ഡേക്ക് ഒരു കഷ്ണം കേക്ക് കഴിക്കാതിരിക്കില്ല. ആരെങ്കിലും ഉണ്ടാ ഈ ഭൂമിയിൽ അതുപോലെ? ഞാൻ അച്ഛനോട് ചോദിച്ചു, ആരെങ്കിലും ഉണ്ടാ ഇതുപോലെ? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മള് ഈ കർത്താവിനെ ഭയപ്പെടണ്ടേ? കുർബാനയിൽ അവനില്ലേ? നമ്മുടെ അടുത്ത് അവനില്ലേ? നമ്മുടെ കൂടെ അവനില്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടാവും? ഞാൻ ചോദിച്ചു, ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് പറയാൻ മതി. അച്ഛൻ എനിക്ക് കൈതെന്നുള്ളതാണ്. ഹാപ്പി ബർത്ത്ഡേ ടു ജീസസ് എന്ന് ഡിസംബർ 25-ാം തീയതി ലോകം മുഴുവനും നമ്മുടെ നസ്രനായ യേശുവിനെ വണങ്ങുകയും ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് അല്ലെ? എന്താണല്ലേ ലൈറ്റും നക്ഷത്രവും, എന്താണ് അല്ലെ? ലോകം മുഴുവനും. യൂറോപ്പിലൊക്കെ ഭയങ്കരമാണ്. നമ്മളെ എറണാകുളത്തെ പോയി കാണണം അല്ലെ ക്രിസ്മസ്. വേറെ ഏതെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടാകും? എന്തുകൊണ്ടാണ്? നമ്മുടെ ദൈവമായ കർത്താവ് ജീവിക്കുന്ന ദൈവമായ കർത്താവാണ്. അവന് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അവനിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അവനിൽ മാത്രമേ നമ്മൾ വിശ്വസിക്കാവൂ. അവനോട് കൂടെ ആയിരിക്കണം. അവൻ ഒരിക്കലും ഒരു വ്യക്തിയെയും ചതിക്കില്ല, വഞ്ചിക്കില്ല. സ്നേഹം മാത്രമാണ്. ചോദിക്കുന്നതിന് മുമ്പേ
അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവമായ കർത്താവ്. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ അടുത്ത വർഷം നീ ഈ സമയത്ത് എവിടെയായിരിക്കണമെന്ന് നമ്മുടെ ദൈവമായ കർത്താവിന് അറിയാം. നീ അടുത്ത വർഷം എവിടെയായിരിക്കണം, എന്തായിരിക്കണമെന്ന് ഇപ്പോൾ തന്നെ കർത്താവിനെ അറിയാൻ പറ്റും. അതാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവന്റെ മുമ്പിൽ നമ്മൾ മുട്ടുമടക്കണം. അവന്റെ മുമ്പിൽ നമ്മൾ കരങ്ങൾ ഉയർത്തണം. അവന്റെ മുമ്പിൽ നമ്മൾ സ്തുതിച്ച് നമ്മുടെ സ്വരം ആർത്ത് വിളിക്കണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞ് കഴുതപ്പുറത്ത് എഴുന്നള്ളി വരുന്ന യേശുനാഥനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തണില്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ ആരെയാണ് ഇനി മഹത്വപ്പെടുത്താൻ പോകുന്നത്? ആരെയാണ് നിങ്ങൾ ഇനി മഹത്വപ്പെടുത്താൻ പോകുന്നത്? ഏറിയാൽ 70 വയസ്സ് 80 വയസ്സ് വരെ ജീവിച്ചിട്ട് ഈ ദൈവമായ കർത്താവിനെ പൂർണ്ണമായി അറിയാണ്ട് വിശ്വസിക്കാതെ സ്തുതിച്ച് മഹത്വപ്പെടുത്താണ്ട് മണ്ണിനോട് മണ്ണ് ചേർന്ന് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ. അവിടെ പറയണണ്ട എന്താണെന്ന്? ഇവർ മൗനം പാലിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ജനം ഉണ്ടാണ്ടിരുന്ന ചില ദേവാലയത്തിലൊക്കെ സ്തുതിക്കേണ്ട സമയത്ത് സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം. അല്ലെങ്കിൽ പള്ളിയിലെ വാതിലുകളും ഡോറുകളൊക്കെ ഇല്ലേ, ടപ്പേന്ന് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ അടിയിൽ നിന്നൊക്കെ പുറത്ത് ചാടും ആൾക്കാർ. ചാടിക്കും കർത്താവ്. അവനെ സ്തുതിച്ച് മാത്രമാണ്. അവൻ രാജാവാണ്. അത്യുന്നതങ്ങളിൽ മഹത്വമേറിയ രാജാവാണ് യേശുനാഥൻ. അവനെ മഹത്വപ്പെടുത്തില്ല പിന്നെ ആര് മഹത്വപ്പെടുത്തുന്നത്? മനുഷ്യൻ വെറും ശ്വാസം മാത്രമാണ്. വെറും ശ്വാസം പോയാൽ അവന് 6 അടി മണ്ണാണ്. അതും ഇല്ല. ഇപ്പൊ തിരിച്ചറിയണം ദൈവമായ കർത്താവ് നമ്മുടെ ആരാണെന്നുള്ളത്. കർത്താവ് പറഞ്ഞാണ്ട് അവിടെ എന്താ പറഞ്ഞത്? ഈ ജനം വിളിച്ചില്ല സ്തുതിച്ചില്ല എങ്കിൽ ഈ കല്ലുകൾ പ്രകൃതി ആർത്ത് വിളിക്കുമെന്ന് പറഞ്ഞു. അത് നടന്നില്ലേ? അത് നടന്നു. എവിടെയാണ്? വെള്ളിയാഴ്ച 3 മണിക്ക് വൈകുന്നേരം ഗുഡ് ഫ്രൈഡേ, ദുഃഖ വെള്ളിയാഴ്ച ജനം മിണ്ടിയില്ല. ജനം തട്ടകസി സ്തുതിച്ച് പ്രകൃതി കരയാൻ തുടങ്ങി, ആർത്ത് വിളിക്കാൻ തുടങ്ങി. ദേവാലയം 2ആയി കീറി. അപ്പൊ ഈ പള്ളിയിലൊക്കെ ധ്യാനമൊക്കെ വെക്കുമ്പോ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തില്ലെങ്കിൽ അതിന്റെ തിരശ്ശീല 2ആയിട്ട് കീറും. അന്ന് കീറിയെങ്കിൽ ഇന്നും കീറും. പ്രകൃതി കരയാൻ തുടങ്ങും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തില്ലെങ്കിൽ. മനുഷ്യൻ അഹങ്കരിച്ചു നിൽക്കും. ഞാൻ സ്തുതിക്കില്ല, ഞാൻ കൈകെട്ടി തന്നെ. ആരാണ്? എനിക്കെല്ലാം ഉണ്ട്. എന്തുണ്ടെന്ന് പറയണത്? ഒരു കിടന്ന് ഇറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി. അത്രയേ ഉള്ളൂ മനുഷ്യന്റെ ഗതി. നേരം വെളുത്താ പറയാം നേരം വെളുത്തുന്നു, ഇല്ലേ ഇല്ല. പോയോടത്ത് എത്തിങ്ങി പറയാ എത്തിയെന്ന്. അങ്ങനെയാണ് ഇപ്പൊ വഴി നടന്നുകൊണ്ടിരിക്കുന്നത് ചെയ്യുന്നത്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ സമ്മനസ്സുള്ളവർക്ക് സമാധാനവും സന്തോഷവും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ആയിരിക്കട്ടെ. കഴുതപ്പുറത്ത് ഇറങ്ങിക്കേറി വരുന്ന ദൈവമായ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുർബാനയിലൂടെ, കാസയിലൂടെ, പിലാസയിലൂടെ യേശുനാഥ നിന്റെ തിരുശരീരവും തിരുരക്തവും ഭക്ഷണമായി ഞങ്ങളുടെ നാവിലും ഹൃദയത്തിലും ആത്മാവിലും കത്തി ജ്വലിപ്പിച്ചതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, എത്ര പറഞ്ഞാലും അതിവരാത്ത നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പരമാണ് ദിവ്യകാരുണ്യശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.